തൃശൂർ ജില്ലയിൽ 4000-ൽ പരം വനഭൂമി പട്ടയങ്ങൾക്ക് ഉടൻ കേന്ദ്രാനുമതി ലഭ്യമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് കൂടുതൽ വനഭൂമി ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി. LDF സർക്കാരിന്റെ പട്ടയ വിതരണം സംസ്ഥാനത്ത് 4.5 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. നിലവിൽ 2.5 ലക്ഷം പട്ടയങ്ങൾ നൽകിക്കഴിഞ്ഞു. സമീപ ഭൂതകാലത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ പട്ടയങ്ങൾ വിതരണം ചെയ്ത മറ്റൊരു ഗവൺമെന്റും ഉണ്ടാകില്ല എന്ന വിധത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള പട്ടയ വിതരണ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഈ ചെറിയ കാലത്തിനകത്ത് ഏതാണ്ട് 2.5 ലക്ഷത്തോളം പട്ടയങ്ങൾ കേരളത്തിൽ കൊടുക്കാനായി. ഏതാണ്ട് 4.5 ലക്ഷത്തോളം പട്ടയങ്ങളിലേക്ക് ഇപ്പോൾ പട്ടയ വിതരണം കഴിഞ്ഞു, പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഒരു പട്ടയമേള കൂടി വരുന്നുണ്ട്, അതിന്റെ അനുബന്ധ പരിപാടികളും വരുന്നുണ്ട്. പട്ടയ വിതരണത്തിലെ ഏറ്റവും ബൃഹത്തായ പ്രശ്നം വനഭൂമി പട്ടയം നൽകലാണ്. ഇതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കണം. 6000-ൽ പരം വനഭൂമി പട്ടയങ്ങൾക്ക് ഇതിനോടകം അനുമതി ലഭിച്ചു. ബഹുഭൂരിപക്ഷം വിതരണവും ചെയ്തു. ഇതിൽ 600ഓളം പട്ടയങ്ങൾ ഉടമസ്ഥർ എത്താത്തത് മൂലം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തടസ്സങ്ങൾ നീക്കി അതിലെ 150 എണ്ണം കൂടി വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. നേരത്തെ കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി പരിശോധന നടത്തി ഫയൽ ചെയ്തതിൽ കേന്ദ്രം തിരിച്ചയച്ച ബഹുഭൂരിപക്ഷവും അപേക്ഷകളും വീണ്ടും പരിശോധിച്ച് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത 4123 അപേക്ഷകൾക്ക് ഉടൻ അനുമതി കിട്ടുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കെ രാജൻ പറഞ്ഞു. 4123 ഫയലുകൾ ഇപ്പൊ പരിവേഷ് പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. പുകുന്നപുരത്ത് നിന്ന് 57 പട്ടയാപേക്ഷകളാണ് ഇങ്ങനെ വെരിഫൈ ചെയ്ത് അയച്ചിട്ടുള്ളത്. കുന്നംകുളത്ത് നിന്ന് 19 അപേക്ഷകളാണ് അയച്ചിട്ടുള്ളത്. ചാലക്കുടിയിൽ നിന്ന് 1297 അപേക്ഷകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്. തലപ്പള്ളിയിൽ നിന്ന് 1263 അപേക്ഷകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത ലിസ്റ്റുണ്ട്. ഏറ്റവും കൂടുതൽ തൃശ്ശൂർ താലൂക്കിൽ നിന്നാണ് 1487 അപേക്ഷകൾ. ദീർഘമായൊരു 20 വർഷക്കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ വീണ്ടും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൂടി കിട്ടിയാൽ ഒരു ചരിത്ര സംഭവമായി നമ്മുടെ ജില്ലക്കകത്ത് 980 ഹെക്ടർ കൂടി, ഏതാണ്ട് 2500 ഏക്കർ ഭൂമി കൂടി നമുക്ക് ലഭ്യമായി വരും. കൂടുതൽ വനഭൂമി ലഭ്യമാക്കി എല്ലാവർക്കും ഭൂമി എന്നത് യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് വനഭൂമി അനുവദിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി നികുതി അടയ്ക്കുന്ന തരത്തിലേക്ക് മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനഗ്രാമങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ROR മാത്രം ലഭ്യമായിട്ടുള്ള വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായി നമ്മൾ ആരംഭിച്ചു. കേരളത്തിൽ 569 വനഗ്രാമങ്ങളാണ് ഇനി റവന്യൂ ഗ്രാമങ്ങളായി പരിവർത്തനം ചെയ്യാൻ പോകുന്നത്. അവിടെയുള്ളവർക്ക് റവന്യൂ ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം കൂടി ഇനി ലഭ്യമാകും എന്ന കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് വനഭൂമി രംഗത്ത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഗവൺമെന്റ് മുന്നോട്ട് പോയത്. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും പങ്കെടുത്തു. TCV തൃശൂർ.